നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 1/1/2025 പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു ദിവസം മുതൽ നമ്മുടെ വരുമാനം പല മടങ്ങായി പെരുകണം. ഈ ഒരു വർഷം മുഴുവനും സമ്പത്തിൽ ഉയർന്നു നിൽക്കുവാനുള്ള എല്ലാ സന്ദർഭങ്ങളും അവസരങ്ങളും നമ്മളെ തേടിയെത്തണം. ഈ ഒരു വർഷം മുഴുവനും നല്ലത് മാത്രമേ നടക്കാവൂ എന്ന് ഈശ്വരനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ വരുന്ന അഭിജിത്ത് നക്ഷത്രത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. വർഷം മുഴുവനും പണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. ഇന്ന് അതിശക്തിയാർന്ന ഈ അഭിജിത്ത് നക്ഷത്ര നേരത്ത് ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ പണം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതായത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പണക്കാരനാകാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ആവശ്യത്തിലധികവും പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമാണ്. അതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായ ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ഇന്നു മുതൽ പണത്തിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള കഷ്ടപ്പാടും ഉണ്ടാകുവാൻ പോകുന്നില്ല. അങ്ങനെയുള്ള പോസിറ്റീവായ സകല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഓരോ രൂപയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇരട്ടിയായി പെരുകുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ 1 രൂപ നാണയമാണ് ആവശ്യമുള്ളത്. ഇത് കൂടാതെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും നല്ലതുപോലെ പൊടിച്ച് ആ പൊടി ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണും എടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ 3 വസ്തുക്കളും പണത്തെ ആകർഷിക്കുന്നതിനുള്ള ശക്തി വളരെ കൂടുതലുള്ള വസ്തുക്കളാണ്. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, അതുപോലെ തന്നെ 3 ഏലക്ക ഇത്രയും നല്ലതുപോലെ പൊടിച്ചാണ് അതിൽ നിന്നും 1 സ്പൂൺ എടുക്കേണ്ടത്. ഇന്ന് ജനുവരി 1-ാം തീയതി പുതുവർഷത്തോട് ചേർന്ന് തന്നെ അഭിജിത്ത് നക്ഷത്രം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നവരെല്ലാവരും ഈ അഭിജിത്ത് നക്ഷത്ര നേരത്ത് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു വർഷത്തിൽ 3-4 തവണ മാത്രമേ അഭിജിത്ത് നക്ഷത്ര മുഹൂർത്തം വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കഴിവതും പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയത്ത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. ഇനി ആദ്യം തന്നെ ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ 1 രൂപ നാണയവും പിന്നീട് നിങ്ങൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വാസന നിറഞ്ഞ പണവശ്യപ്പൊടിയും കയ്യിൽ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ പൂമുഖവാതിലിൽ അല്ലെങ്കിൽ ഉമ്മറവാതിലിൽ വന്ന് വീടിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ നിൽക്കുക. പിന്നീട് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ആദ്യം 1 രൂപ നാണയം വയ്ക്കുക. ആ നാണയത്തിനു മുകളിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടി പൊടിച്ച പൊടി 1 സ്പൂൺ വയ്ക്കുക. അതിനുശേഷം ഇനി പറയുന്ന ഈ സ്വിച്ച് വേർഡ്സ് 11 തവണ ചൊല്ലുക. അയാമേ മണി മാഗ്നറ്റ്, അയാമേ മണി മാഗ്നറ്റ്, അയാമേ മണി മാഗ്നറ്റ് 11 തവണ അതിശക്തിയാർന്ന ഈ പണവശ്യ സ്വിച്ച് വേർഡ്സ് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ആ പൊടി വീടിനുള്ളിലേക്ക് ഊതി വിടാവുന്നതാണ്. ഇങ്ങനെ ഊതുന്നതിലൂടെ 1 രൂപ നാണയത്തിന് മുകളിലുള്ള ആ പൊടി മുഴുവനും നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പറന്നു വരുന്നതാണ്. ഈ പൊടി എങ്ങനെയാണോ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പറന്നു വരുന്നത് അതുപോലെ തന്നെ നിങ്ങളും പണത്തെ ആകർഷിച്ച് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതായത് ഈ ഒരു വർഷം മുഴുവനും ദാരിദ്ര്യവും സാമ്പത്തിക തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ പാഴ്ചിലവുകളില്ലാതെ സമ്പാദിക്കുന്ന പണം എപ്പോഴും കയ്യിൽ നിലനിൽക്കുന്നതുമാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു അത്ഭുത പരിഹാരമാണിത്. ഈ പരിഹാരത്തിനോടൊപ്പം തന്നെ അതിശക്തിയാർന്ന ഈ പണവശ്യ സ്വിച്ച് വേർഡ്സ് കൂടി ചൊല്ലുമ്പോൾ ചെയ്യുന്ന ആ ഒരു പരിഹാരത്തിന് ഇരട്ടി മടങ്ങു ഫലം ഉണ്ടാകുന്നതാണ്. ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ആ 1 രൂപ നാണയം നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച്, ഇനി പൂജാമുറി ഇല്ലാത്തവർ ഈശ്വരൻ്റെ ഫോട്ടോസ് നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് ആ ഫോട്ടോയ്ക്ക് മുൻപാകെ വെച്ച് ഒരു 2 മിനിറ്റ് നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ 1 രൂപ നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ പണം വെക്കുന്നത് അലമാരയിലാണെങ്കിലും മണി പേഴ്സിലാണെങ്കിലും ഹാൻഡ് ബാഗിലാണെങ്കിലും
എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെയാണ് വെക്കേണ്ടത്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും പുലവാലായ്മയുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് നിങ്ങൾ കഴിച്ചു പോയാൽ പരിഹാരം ചെയ്തതിന് ശേഷം ഈ നാണയം പൂജാമുറിയിൽ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നല്ലതുപോലെ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ആ 1 രൂപ നാണയം എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെ വെക്കുക. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. ഈ പുതുവർഷത്തിൽ നെഗറ്റീവായ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിൽ കടന്നു കൂടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ എന്തെല്ലാമാണോ അനുഭവിച്ചത് അത് ഒന്നും തന്നെ ഓർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വർഷം മുഴുവനും എനിക്ക് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകും, എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയും, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പണം എൻ്റെ കയ്യിൽ വന്നു ചേരും, എപ്പോഴും എൻ്റെ കയ്യിൽ പണം നിലനിൽക്കും. ആ ഒരു വിശ്വാസം, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്താൽ 100ൽ 100% ഫലമുണ്ടാകുന്നതാണ്. കാരണം ഇന്നത്തെ ഈ അഭിജിത്ത് നക്ഷത്രം വരുന്ന ആ ഒരു സമയത്തിന് അത്രയേറെ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ ഒരു സമയം ആരും തന്നെ പാഴാക്കരുത്. ഇനി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുന്ന ആ 1 രൂപ നാണയം അല്ലെങ്കിൽ മണി പേഴ്സിൽ വെക്കുന്ന ആ 1 രൂപ നാണയം 48 ദിവസം നിങ്ങൾ ചിലവാക്കാതെ നോക്കണം. അതുകൊണ്ട് തന്നെ നാണയം വെക്കുമ്പോൾ ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയൊരു സിപ്ലോ കവറിലാക്കിയോ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ്. 48 ദിവസത്തിന് ശേഷം നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെച്ച ഈ 1 രൂപ നാണയം അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇന്ന് 2025 ജനുവരി 1 തീയതി ബുധനാഴ്ച അഭിജിത്ത് നക്ഷത്ര നേരം എപ്പോഴാണെന്ന് നോക്കാം. ഇന്ന് രാത്രി 11:34 മുതൽ 11:59 വരുന്ന 24 മിനിറ്റാണ് അഭിജിത്ത് നക്ഷത്ര മുഹൂർത്ത നേരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ഈ സമയത്ത് ചെയ്യുന്നതാണ് അത്യുത്തമം. ഭഗവാൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ടതാണ് അഭിജിത്ത് നക്ഷത്ര സമയം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും പിന്നീട് വിഷ്ണു ഭഗവാനെയും നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയണം, സമ്പൽ സമൃദ്ധി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുക. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ ഉറപ്പായും സാക്ഷാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.